ക്രിസ്മസിൽ കരോളിന് നേരെ ആക്രമം, ക്രിസ്മസ് ശുശ്രൂഷയ്ക്ക് നേരെ ആക്രമം എന്ന് പറയുന്നത് നാളിതുവരെ കേട്ടിട്ടില്ലാത്തതായ വിചിത്രമായ ഒരു സംഭവമാണ്. ഭാരതത്തിന്റെ തലസ്ഥാന നഗരി മുതൽ കേരളത്തിന്റെ തലസ്ഥാനത്തിലും പലയിടങ്ങളിലുമൊക്കെ ഇങ്ങനെയുള്ളതായ സംഭവങ്ങൾ അരങ്ങേറിയതായി പത്രദ്വാര വായിക്കുവാനായിട്ട് ഇടയായി. ഇത് ദൈവത്തിന്റെ സ്നേഹത്തെ ത്യജിക്കുന്ന ഒരു സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് വേണം നാം കാണുവാനായി. അതിനകത്ത് ക്രിസ്മസിന് മതമില്ല, ക്രിസ്മസിന് മാത്രമല്ല, ഭാരതത്തിൽ കേരളത്തിൽ നടത്തുന്നതായ ഒരു ഉത്സവത്തിനും മതമില്ല, ജാതിയില്ല, ഒന്നുമില്ല. എല്ലാവരും എല്ലാ ആഘോഷങ്ങളെയും ആചരണങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് പരസ്പര സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും കഴിയുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. അഹിംസയുടെ നാടാണ് നമ്മുടെ നാട്. ബഹുവിധ സംസ്കാരങ്ങളുടെയും മതബഹുലതയുടെയും മത ബഹുസ്വരതയുടെയും നാടാണ് ഭാരതം. ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് അഹിംസയാണ്, വയലൻസ് അല്ല, അക്രമമല്ല, ഭീഷണിയല്ല. അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഭരണകർത്താക്കൾ കണ്ണു തുറക്കണം. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഭരണകർത്താക്കൾ കണ്ണു തുറക്കണം. കാരണം നാടിന് ശാന്തി വേണം, നാടിന് സമാധാനം വേണം. ക്രിസ്മസ് നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശം അതാണ്. നേതാക്കൾ ക്രിസ്ത്യാനികളെ, ന്യൂനപക്ഷങ്ങളെ സ്നേഹിക്കുന്നു എന്ന് വിളിച്ചു പറയുകയും പിന്നണി പ്രവർത്തകർ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുവാനായിട്ട് പോവുകയും ചെയ്യുമ്പോൾ കണ്ണടക്കുകയും ചെയ്യുന്ന രീതി കാണുന്നത് സങ്കടകരമായ ഒരവസ്ഥയാണ്. ഈ അവസ്ഥയെ അഹിംസയുടെ നാടിൽ അതിന് ചേർന്നതല്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ബലഹീന എനിക്ക് ഓർപ്പിക്കാനുള്ളത്. ഭാരതത്തിന്റെ ഭരണഘടന എല്ലാ മതങ്ങൾക്കും എല്ലാ വിശ്വാസങ്ങൾക്കും ഒരുപോലെ തുല്യത നൽകുകയും എല്ലാവർക്കും മറ്റുള്ളവരുടെ ഇടയിലേക്ക് അനാവശ്യമായി കടന്നു കയറാതെ ജീവിച്ചു പോകാനുള്ളതായ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുമ്പോൾ അതിന് തുരങ്കം വെക്കുന്നതായ രീതിയിലുള്ളതായ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ പതുക്കെ പതുക്കെ ഉണ്ടായി തുടങ്ങി എന്ന് പറയുന്നത് സങ്കടകരമായ ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഇന്ന് നാം കേൾക്കുന്നതായ കഥകൾ ഇന്ന് തന്നെ അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കേരളം എന്നതും ഭാരതം എന്നതും മതസൗഹാർദ്ദത്തിന്റെയും മതസഹിഷ്ണുതയുടെയും സ്നേഹത്തിന്റെയും അടയാളമാകുന്നു എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ക്രിസ്ത്യാനികൾ എന്ന നിലയ്ക്ക് നമുക്ക് ഉറച്ചു പറയാം, നമ്മെ സംരക്ഷിക്കുന്നത്